പേര് പ്രസീത. ഞാൻ ട്രിവാൻഡ്രത്തുള്ള പാലോട് നിന്നാണ്. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ ഡിഷും ഒരു ഇന്ത്യൻ റെസിപ്പിയും കൂടെ ചേർന്നിട്ട് ദുൽസേ ദെ ലേച്ചെ എന്ന കേക്കാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സോസാണ് തയ്യാറാക്കേണ്ടത്. ആ സോസ് തയ്യാറാക്കുന്നതിലേക്ക് കടക്കാം. നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്കിടാം. ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ടൊരു ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ കളറല്ല, കുറച്ചുകൂടി കളറാവണം. നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ക്യാരമലൈസാണ് നമ്മുടെ കേക്കിന് നന്നായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ വേറൊരു വെർഷനാണ്. പക്ഷേ ഈ ക്യാരമലാണ് ആ ടേസ്റ്റിനെ വ്യത്യസ്തമാക്കുന്നത് ആ കേക്കിന്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കാം. 2 or 3. ഇതൊരു പാനിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് തണുക്കട്ടെ ഇവിടെ ഇരുന്ന്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കേക്കിൻ്റെ ഇതിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് മാവ് അരിച്ചെടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദ എടുക്കുക, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ളു ഉപ്പ്. ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇത് നമുക്കൊരു 2 പ്രാവശ്യം അരിച്ചെടുക്കാം. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വീഴ്ത്താം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് വീഴ്ത്താം. ഇത് നമുക്ക് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഓവൻ ഓണാക്കാം. നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണമല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര 1/2 കപ്പ് ഇടാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് 1/4 കപ്പിനേക്കാളും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് വീഴ്ത്താം. അത് ഒഴിക്കുമ്പോൾ 3 സ്റ്റെപ്പായിട്ട് വീഴ്ത്തണേ, ഒത്ത് വീഴ്ത്താൻ പാടില്ല. ബീറ്റർ ഏറ്റവും ചെറിയ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഓവർ ബീറ്റ് ആക്കാനും പാടില്ല. കാരണം അത് ഓവർ ബീറ്റ് ആയാൽ മയോണൈസിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറായിപ്പോവും. നമുക്കത് പാടില്ല. മാവിടുമ്പോൾ നമുക്ക് സ്പാച്ചില വെച്ചിട്ട് കുറച്ച് മാവിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. 1 kg ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 പ്രാവശ്യമായിട്ട് ഇടാം. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇടാനുള്ളതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൊടുക്കുന്ന ഫില്ലിങ്സിലും നമ്മൾ വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ ഉണ്ടാക്കുന്ന ആ സോസിലാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. നേരത്തെ നമ്മൾ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ടെക്സ്ചർ ഒഴിച്ചെടുക്കുക. ഇനി നമുക്കൊരു ചെറിയ സ്റ്റിക്ക് കൊണ്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കളയാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഓവനിലേക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത നമ്മൾ ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയിലേക്കാണ് പോകുന്നത്. കുറച്ച് പാല് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മൾ നേരത്തെ 1/2 കപ്പ് ഗുലാബ് ജാമിൻ്റെ മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് കുഴച്ചെടുക്കാം. അതിനായി ഇതിലേക്ക് നമ്മൾ ചെറുതായി ചൂടാക്കിയ പാല് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. വളരെ ഹാർഡായിട്ടൊന്നും കുഴക്കരുത്, വളരെ സോഫ്റ്റായിട്ട് കുഴക്കണം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവമാണ് വേണ്ടത്. നന്നായിട്ട് എടുക്കുക. പിന്നെ ശകലം ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ബട്ടർ ആക്കുന്നത്. ഇത് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഗുലാബ് ജാമിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് തയ്യാറാക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുക്കുക. അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം കൂടി വീത്തുക. അങ്ങനെ നൂൽപ്പരുവൊന്നും ആവേണ്ടതില്ല.
ഇനി നമുക്ക് നമ്മുടെ ഈ ഗുലാം ജാമിൻ്റെ മാവ് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം. നമ്മളിത് ഉരുളകളാക്കുമ്പോൾ ചെറിയ ക്രാക്കുകളൊന്നും വരാൻ പാടില്ല, കാരണം അത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ആ സാധനം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഹായ്. ഗുലാബ് ജാമുൻ ആൻഡ് ബട്ടർ സ്കോച്ചിൻ്റെ വേറൊരു അതെന്ത് വെർഷനാണ്? അതൊരു വെർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ അമേരിക്കൻ ഡിഷ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സോസ് എന്ന് പറയുന്നത് കണ്ടൻസ് മിൽക്ക് കാരമൽ ചെയ്തെടുക്കുന്നത്. ടോഫി ഫ്ലേവർ. അതും നമ്മുടെ ഇന്ത്യൻ റെസിപ്പിയായ ഗുലാം ജാമുൻ ഫില്ലിങ്സിൽ ഗുലാം ജാമുൻ കൊടുത്ത് കേക്ക് സ്പഞ്ച് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ കൊടുത്തിട്ട് എസൻസ് ഒഴിക്കുക. വാനില എസൻസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ഇതിൽ ടെക്സ്ചർ മാത്രമേ ഉള്ളൂ, ടേസ്റ്റ് വേറെ ഒരു കംഫർട്ടബിൾ ആണോ? ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു വീട്ടില്, ഞാനായിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. ഇത് കാരമൽ ചെയ്ത് നമ്മൾ സോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പാല്. ഇത് ഉണ്ടാക്കണം അല്ലേ? ഇതുണ്ട്, ഫ്രൈ ചെയ്യണം. കേക്ക് ഓക്കെ ആയിട്ടുണ്ട്. ശരി മാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ തിളപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗുലാം ജാമിൻ്റെ ബൗൾസൊക്കെ ഇതിനകത്ത് ഇടുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് പൊരിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സിറപ്പിലേക്ക് ഈ ബബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ 2 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കണേ. നേരത്തെ ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന് പാകമാവട്ടെ. അപ്പം അപ്പോഴേക്കും നമുക്ക് റിലയൻസ് ഉണ്ടാക്കാം. നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സുകൾ ഇടുക. നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഒരു ക്യാരമൽ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ, അതിൽ നിന്ന് 2 കപ്പ് ക്യാരമൽ ഒരു ബൗളിലേക്ക് മാറ്റുക. സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് 2 കപ്പ് പാല് വീത്തി കൊടുക്കാം. ഇന്നത്തേക്ക് നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രീം 1/4 കപ്പേ. ശരി, അത് നമുക്കൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ വെള്ളമയൊന്നും ഒട്ടുമില്ലാത്തൊരു മിക്സിയുടെ ജാർ എടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പ്രളയൻസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പക്ഷേ ഫൈനായിട്ട് അരിഞ്ഞു പോകല്, കാരണം ഇത് നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ അത് കടിക്കാനായിട്ട് കിട്ടണം. ആ ഒരു പരുവം. കേക്ക് നമുക്ക് ഈ മോൾഡിൽ നിന്ന് എടുക്കാം. ഇതിൽ കൂടുതലായിട്ട് നിൽക്കുന്ന പോർഷൻ നമുക്ക് മുറിച്ച് മാറ്റാം. നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് 2 പീസായിട്ട് നമുക്കിതിനെ മുറിച്ചെടുക്കാം. നമ്മൾ ഏത് ക്രീമാണോ ഉപയോഗിക്കുന്നത് അത് 1/2 കപ്പ് എടുക്കുക. നന്നായിട്ട് സ്റ്റിഫാവുന്നവരെ ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് സ്റ്റിഫായി കഴിഞ്ഞു. നമ്മൾ പാത്രം ഇങ്ങനെ ചരിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വീഴരുത്, അതാണ് അതിൻ്റെ പരുവം. സ്പാച്ചില കൊണ്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തു വച്ചിരിക്കുന്ന ജ്യൂസ് ഇതിൻ്റെ മുകളിൽ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത ഫില്ലിങ്സ്, ക്രഷ് ചെയ്ത സാധനം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഗുലാം ജാമുൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതിൻ്റെ ജ്യൂസ് ഇല്ലാതെ എടുക്കാം. നമുക്കൊരു ഫില്ലിങ്സ് ആയിട്ട് ഗുലാം ജാമുൻ സെറ്റ് ചെയ്യാം. അടുത്ത സ്ലൈസ് കൂടി നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം.
ഗുലാബ് ജാമുൻ ആൻഡ് ബട്ടർ സ്കോച്ച് ബട്ടർ സ്കോച്ച് പുള്ളിക്കാരി തന്നെ സ്വന്തമായി ഡിസൈഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയ ഒരു നമ്മുടെ ഇന്ത്യ തന്നെ എടുത്തോണ്ട് വന്നു. അതെ ഇന്ത്യയിൽ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു. ഇൻസ്റ്റന്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു സിറപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ ഇൻസ്റ്റന്റ് പാക്കറ്റ് ഇൻസ്റ്റന്റ് പാക്കറ്റ് വാങ്ങിച്ചിട്ട് കുഴച്ചിട്ട് ഞങ്ങൾ ചെയ്തു. സെറ്റ് ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. എന്ത് കേക്കാണിത്? ഇത് ലാറ്റിൻ അമേരിക്കയായിട്ടും ഒരു ഇന്ത്യൻ റെസിപ്പിയും കൂടെ വന്നിട്ട് നമ്മൾ അതിനകത്ത് ഫില്ലിങ്സിൽ ഗുലാബ് ജാമു വെച്ചിട്ട് ചെയ്യുന്നൊരു ദുൽസെ ദി ലേച്ചി എന്നാണ് പേര്. കേക്ക് ഗുലാബ് ജാമുടെ ആഡ് ചെയ്തിട്ട് ഫുൾ നെയിമായി കണ്ടൻസ് മിൽക്ക് മറ്റേ ക്യാരമൽ ചെയ്തിട്ട് അതിനകത്ത് തിളപ്പിച്ചിട്ട് ഇതാക്കി എടുക്കുമല്ലോ കുക്കറിനകത്ത് വെച്ചിട്ട്. എങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ സോസ് പാനിൽ വെച്ചിട്ട് ക്യാരമൽ ചെയ്തിട്ട് കണ്ടൻസ് മിൽക്കും നമ്മുടെ മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ട് അതാണ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് നടക്കും. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഇന്ന് ചെയ്തിട്ട് നാളെ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്തോ.